ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ സ്പോർട്സ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സൗരവേലി നിർമ്മിക്കുമെന്ന വനം മന്ത്രിയുടെ പ്രഖ്യാപനം പാലിക്കാത്തതിൽ താമരശ്ശേരിയിൽ പ്രതിഷേധം. കോഴിക്കോട് ജില്ലാ റോൾബോൾ അസോസിയേഷൻ ജില്ലാ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. സ്നേഹഹസ്തം മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നതോടൊപ്പം വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുകയാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. സംസ്ഥാന വനവികസന ഏജൻസിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണത്തോടെ വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിച്ച സ്നേഹഹസ്തം മെഗാ മെഡിക്കൽ ക്യാമ്പ് തുഷാരഗിരി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്താനുള്ള പ്രയാസം കുറയ്ക്കാനാണ് വനം വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി സ്നേഹഹസ്തം നടപ്പിലാക്കിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സമാനമായ 551 മെഡിക്കൽ ക്യാമ്പുകൾ ഉന്നതികളിൽ നടത്തിയിട്ടുണ്ടെന്നും 1000 ക്യാമ്പുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പലരും രോഗം പുറത്ത് പറയാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അവരുമായി ആരോഗ്യ പ്രവർത്തകന്മാരുടെ സേവനം കുറെ കൂടി ഈ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയ ആലോചനകളും ഇപ്പോൾ ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്നേഹഹസ്തം കൺവീനർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ സിസിലി ജേക്കബ്, റോസ്ലി മാത്യു, സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ BN അഞ്ജൻകുമാർ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജസ്റ്റിൻ മോഹൻ, IMA ദേശീയ ചെയർമാൻ ഡോക്ടർ MS അഷ്റഫ്, ദേശീയ ആരോഗ്യ ദൗത്യം കോഴിക്കോട് പ്രോഗ്രാം മാനേജർ CK ഷാജി, തുഷാരഗിരി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജേക്കബ് മാത്യു, TC ചെയർമാൻ ഡോക്ടർ B വേണുഗോപാലൻ, DFOU ആഷിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ സ്പോർട്സ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചാലിയം ഓഷ്യാനസ് ബീച്ചിൽ നടന്ന ചെസ് ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലഹരി വിപത്തിനെതിരെ പ്രതിരോധം തീർക്കുക ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കടലുണ്ടി ചെസ് ഗ്രാമം പദ്ധതിക്ക് പ്രൗഢോജ്വല തുടക്കം. ചെസ് ബോർഡിൽ കരുക്കൾ നീക്കി മന്ത്രി PM മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയുടെ ചിന്താശേഷിയും ആരോഗ്യവും നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ സ്പോർട്സ്, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധമെന്ന് മന്ത്രി പറഞ്ഞു. പഞ്ചായത്തിലെ ക്ലബ്ബുകൾ, വായനാശാലകൾ, വിദ്യാലയങ്ങൾ, കോർണറുകൾ എന്നിവയ്ക്കുള്ള ചെസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചാലിയം ഗവൺമെന്റ് LP സ്കൂൾ PTA പ്രസിഡന്റ് CV റഹ്മത്തുള്ളയ്ക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം ആരോഗ്യകരമായ പുതുലഹരികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്പോർട്സ്, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വിനോദങ്ങൾ ഇവയൊക്കെ ആരോഗ്യകരമായ ഹോബികളാണ്. ലഹരി യുവതലമുറയുടെ ചിന്താശേഷിയെയും ആരോഗ്യവും എല്ലാം നശിപ്പിക്കുന്നു. വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകർത്ത് കളയും.
ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഫലപ്രദമായ ഒരു ചെറുത്തുനിൽപ്പായി ചെസ്സിനെ പൊതുവെ നാം കാണുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർ ടി നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ, ഫ്യൂച്ചർ കൺവീനർ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദീഖ്, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസ്, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ്, നമ്മൾ ബേപ്പൂർ കൺവീനർ ടി രാധാ ഗോപി, BPC ഒ പ്രമോദ്, DTPC സെക്രട്ടറി ടി നിഖിൽദാസ് എന്നിവർ പ്രസംഗിച്ചു. ചാലിയം ഓഷ്യാനസ് ബീച്ചിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 50 ടീമുകൾ പങ്കെടുത്ത മഹാ ചെസ് ടൂർണമെന്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കടലുണ്ടി. സൗരവേലി നിർമ്മിക്കുമെന്ന വനം മന്ത്രിയുടെ പ്രഖ്യാപനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സാരിവേലി സമര പരമ്പരയിൽ പ്രതിഷേധം ഇരമ്പി. താമരശ്ശേരി രൂപത മെത്രാൻ മാർ റിമിജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ പണിയും കർഷകന്, മണ്ണിൽ പണിയും കർഷകന്, മണ്ണിൽ പണിയും കർഷകന്, മണ്ണിൽ പണിയും കർഷകന്. ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് താമരശ്ശേരിയിലും സാരിവേലി സമര പരമ്പര സംഘടിപ്പിച്ചത്. താമരശ്ശേരി, പാറോപ്പടി, തിരുവമ്പാടി, കോടഞ്ചേരി എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് അതിജീവന യാത്രയിൽ അണിനിരന്നത്. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ അതിജീവന പ്രതിഷേധ റാലിയും ധർണയും താമരശ്ശേരി രൂപത മെത്രാൻ മാർ റിമിജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. എത്ര ജയിൽ അടച്ചാലും ജയിൽ നിറയ്ക്കൽ സമരം ഞങ്ങൾ ഇവിടെ ആരംഭിക്കും. ഇനി ഒരു അലി ഗഫൂർ ഇവിടെ ഉണ്ടായാൽ, ഇനി ഇവിടെ ഒരു മൃഗത്തിന്റെ ആക്രമണത്താൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാല്, ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് നീങ്ങും. ജയിൽ നിറയ്ക്ക് സമരമുണ്ടാകുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടാകുകയില്ല. കാരണം അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ പാവപ്പെട്ട കർഷകര് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഭരണഘടനയ്ക്കെതിരായിട്ട് വനനിയമങ്ങളും കാട്ടുനിയമങ്ങളും കാട്ടിക്കൂട്ടി വെച്ച് പൗരന്റെ ജീവനും സ്വത്തും നശിപ്പിച്ച് അവന്റെ ഉപജീവനം ഇല്ലാതാക്കി അവനെ തിന്നുകൊല്ലുന്ന അവസ്ഥയിലേക്ക് കടുവകൾ ഇട്ടുകൊടുക്കുന്ന വനപാലകർക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും തന്നെയാണ് ഈ സമരം എന്ന് പറയാൻ ആഗ്രഹിക്കുക. രൂപത ഡയറക്ടർ ഫാദർ മാത്യു തൂമള്ളിൽ അധ്യക്ഷനായിരുന്നു. രൂപത ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ, ചെയർമാൻ ജോബിഷ് തുണ്ടത്തിൽ, ജനറൽ കൺവീനർ ഷിനോയ് അടയ്ക്കാപ്പാറ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ റോൾബോൾ അസോസിയേഷൻ ജില്ലാ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കാലിൽ റോളർ സ്കേറ്റിംഗ് ഘടിപ്പിച്ച് അതിവേഗത്തിൽ കൈകൊണ്ട് പന്ത് തട്ടിയുള്ള മത്സര ഇനമാണ് റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ്. സ്പോർട്സ് കൌൺസിൽ അംഗീകാരം നേടിയ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ജില്ലാതല മത്സരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. മിനി ബോയ്സ് ഗേൾസ് വിഭാഗത്തിൽ ടീം DP റോളർ സ്പോർട്സ് അക്കാദമിയും സബ് ജൂനിയർ വിഭാഗം ബോയ്സ് മലാപ്പറമ്പ് റോൾ ബോൾ ക്ലബ്ബ്, ഗേൾസ് ഫോർട്ട് റോളർ സ്പോർട്സും ജേതാക്കളായി. ജൂനിയർ ബോയ്സിലും സീനിയർ ബോയ്സിലും ടീം DP റോളർ അക്കാദമിയും ജൂനിയർ ഗേൾസിൽ കല്ലായി റോൾ ബോൾ ക്ലബ്ബും ജേതാക്കളായി. രാവിലെ നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് GP ഷാംജിത്ത് അധ്യക്ഷനായി. സമാപന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. മികച്ച രീതിയിൽ നടത്തിയെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിനായാലും ഒക്കെ തന്നെ വലിയ വാല്യൂ ആണ് അവരെ അങ്ങോട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഈ ഇത്തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. അത് നല്ല നിലയിൽ തന്നെ ഈ അസോസിയേഷൻ നടത്തി. ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള മികച്ച കളിക്കാരെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ദിവേഷ് D പാലേച്ച അറിയിച്ചു. ജില്ലയിൽ നിന്നും വിവിധ ക്ലബ്ബുകളിൽ നിന്നും 220 പേർ മത്സരിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാസലഹരിക്കെതിരെ പ്രതിരോധവുമായി നല്ലൂരങ്ങാടിയിൽ മനുഷ്യച്ചങ്ങല. സ്വയം സഹായ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചങ്ങല തീർത്തത്. വലിയ വിപത്തുകളിൽ ഒന്നാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരെ പ്രതിരോധവുമായി നല്ലൂരങ്ങാടിയിൽ മനുഷ്യച്ചങ്ങല തീർത്ത് നല്ലൂർ സ്വയം സഹായ ജനകീയ കൂട്ടായ്മ. നഗരസഭാധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ PL ബിന്ദു അധ്യക്ഷത വഹിച്ചു. SI T സജീവൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൗൺസിലർമാരായ P ബിജീഷ്, P ദീപിക, C പ്രതീശൻ, T നാരായണൻ, ബീറ്റ് ഓഫീസർ ASI V സുബീഷ്, രക്ഷാധികാരി വിജയൻ മാട്ടുപുറം, വിജയൻ അത്തോളി, P പ്രദീപ് കുമാർ, K ഗിരീഷ് ബാബു, C അജിത, M സുനിത, സദാനന്ദൻ പനോളി, CP ശാരദ എന്നിവർ പ്രസംഗിച്ചു. അനീഷ് മലയം കണ്ടി വിഷം ചുരത്തുന്നവരോട് ഏകപാത്ര നാടകം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോപിനാഥ് മുതുകാട് 4 പതിറ്റാണ്ടിലേറെയുള്ള മാന്ത്രിക യാത്രയിൽ നിന്ന് 5 വർഷം മുൻപ് പിൻവാങ്ങിയെങ്കിലും കർമ്മപാതയിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന അച്ഛന്റെ ഉപദേശം മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് വീണ്ടും ഉയർന്നു. പിതാവിന് സമർപ്പിച്ച ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ കണ്ടുനിന്നവരുടെ മനസ്സിൽ ഒരു നിമിഷം വിങ്ങലുണ്ടാക്കി. പഴയ ഓർമ്മകൾക്ക് മനസ്സിൽ നിറം പിടിച്ചപ്പോൾ മജീഷ്യൻ മുതുകാട് പ്രകാശ ശബ്ദ വിസ്മയങ്ങൾ സമന്വയിപ്പിച്ച് പുത്തൻ ഇന്ദ്രജാല വിദ്യയുമായി ഒരു വട്ടം കൂടി അരങ്ങിലെത്തി. നിയമപഠന പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഗോപിനാഥ് മുതുകാട് മാന്ത്രിക ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ കൈത്താങ്ങായി നിന്ന പിതാവ് കുഞ്ഞുണ്ണി നായരോടുള്ള നന്ദി സൂചകമായാണ് പരിപാടി അരങ്ങേറിയത്. ഗോപിനാഥ് മുതുകാട് നേതൃത്വം നൽകുന്ന ഡിഫറൻറ്റ് ആർട്സ് സെന്റർ, ഒയിസ്ക ഇന്റർനാഷണൽ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ പ്രൊവിഡൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ച പരിപാടിയാണ് 1.5 മണിക്കൂർ നീണ്ടുനിന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പുതിയ ദൗത്യവും മുതുകാട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് സ്ഥാപിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന സ്ഥാപനം ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്ന വേദിയാകും. തന്റെ പിതാവ് തന്ന വിശ്വാസം പോലെ ഈ കുട്ടികൾക്കും ഒരു ലോകം ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഷോയായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എനിക്ക് ചെയ്ത് പോകണം. ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അത് ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഫഷണൽ ഷോ എന്ന് ഇവിടെ പറയുന്നത്. പക്ഷേ 4 വർഷം മുമ്പ് നിർത്തിയതാണ്. പക്ഷേ ഇത് കുറേ ഉള്ളിൽ കിടന്ന് വിങ്ങലുണ്ടായിരുന്നു 4 വർഷമായിട്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് പറഞ്ഞു. അമ്മയോടും ട്രൂപ്പിലെ അംഗങ്ങളോടും
നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ള ഒരു താങ്ക് യു പറച്ചിലാണ് ഈ ഒരു കാര്യം. മുതുകാടിന്റെ അമ്മ ദേവകി അമ്മ നിലവിളക്ക് കൊളുത്തി. PC സർക്കാർ ജൂനിയർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൽ വഹാബ് MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ഉത്തരമേഖല IG രാജ്പാൽ മീണ, PV ചന്ദ്രൻ, താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ, കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഗോകുലം ഗോപാലൻ, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് പരിഹാരം കാണണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് KDP. പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ ജില്ലാതല വിതരണവും നടന്നു. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജില്ലാ നേതൃയോഗം കോയൻകോ ബസാറിലെ KDP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ ജില്ലാതല വിതരണം റിട്ടയർഡ് SK ജയരാജന് നൽകിക്കൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങി നടക്കുവാൻ ഭയപ്പെടുകയാണ് ജനങ്ങൾ. വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് സ്ഥിരമായി കാണുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് പരിഹാരം കാണുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും കോഴിക്കോട് കോർപ്പറേഷനോടും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരെ സന്നദ്ധരാക്കുവാൻ തീരുമാനിച്ചു. നമ്മൾ UDF ചോദിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 6 സീറ്റുകളാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് കേരള ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 6 സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള അർഹതയുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുബീഷ് കുമാർ ആലമ്പറ്റ അധ്യക്ഷത വഹിച്ചു. സവാദ് AA, പ്രശാന്ത് ചുള്ളിക്കാട്, രാമകൃഷ്ണൻ T, MM ആഷിഖ് അത്തോളി, റിട്ടയർഡ് SK ജയരാജ, M സർജാസ്, അഷ്കർ K, സുജ ശേഖർ, റംല K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലവ്ലി ഫ്രണ്ട്സ് കല്ലായിയും മാക്കു വൈദ്യ സ്മാരകശാലയും നാഗാർജുന ആയുർവേദയുടെ സഹകരണത്തോടെ സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി സ്ക്രീനിംഗ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കല്ലായി AWH കോളേജിൽ നടന്ന ക്യാമ്പ് കോർപ്പറേഷൻ കൗൺസിലർ M ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു. കല്ലായി കേന്ദ്രീകരിച്ച് സാമൂഹിക ജീവകാരുണ്യ ആരോഗ്യ സന്നദ്ധ മേഖലകളിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ലവ്ലി ഫ്രണ്ട്സ് കല്ലായിയും പാരമ്പര്യ ആയുർവേദ ചികിത്സാ രംഗത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി കല്ലായിൽ പ്രവർത്തിച്ചു വരുന്ന മാക്കു വൈദ്യ സ്മാരക വൈദ്യശാലയും സംയുക്തമായാണ് നാഗാർജുന ആയുർവേദയുടെ സഹകരണത്തോടെ സൗജന്യ ഡയബറ്റിക് ന്യൂറോപ്പതി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
മനുഷ്യ ശരീരത്തിലെ നാഡീഞരമ്പുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി സ്ക്രീനിംഗ് ടെസ്റ്റ്. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങളടക്കം നിരവധി പേർ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളായി. ഈ സീസണിൽ രണ്ടാമത്തെ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. കല്ലായി AWH കോളേജിൽ നടന്ന ആയുർവേദ ക്യാമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ M. ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ക്യാമ്പ് നടത്താനും ഒരു രോഗത്തിന് ടെസ്റ്റ് നടത്തി രോഗനിർണയം നടത്താൻ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിനുള്ളിൽ ഒരു പേടിയാണ്. എനിക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. പക്ഷേ അതിനൊരു വസ്തുത എന്താണെന്ന് അറിയാൻ, അതിലിങ്ങനെ ഉണ്ട് എന്ന് കേൾക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. ചടങ്ങിൽ ലവ്ലി ഫ്രണ്ട്സ് പ്രസിഡന്റ് അരുൺകുമാർ N. ആധ്യക്ഷ്യം വഹിച്ചു. നന്മ റെസിഡൻസ് പ്രസിഡന്റ് T. മുരളീധരൻ, നന്മ റെസിഡൻസ് സെക്രട്ടറി K. അബ്ദുള്ള, ഡോക്ടർ MS. ഹരികൃഷ്ണൻ, ലവ്ലി ഫ്രണ്ട്സ് സെക്രട്ടറി KP. ബൈജു, വൈസ് പ്രസിഡന്റ് ഷിനൻ KK, ജോയിന്റ് സെക്രട്ടറി അനൂപ് T, ട്രഷറർ സോജു C, ലവ്ലി വനിതാ വിംഗ് പ്രസിഡന്റ് K. പ്രിയ ഷിനൻ, സെക്രട്ടറി മിലി ബൈജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ സ്പോർട്സ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സൗരവേലി നിർമ്മിക്കുമെന്ന വനം മന്ത്രിയുടെ പ്രഖ്യാപനം പാലിക്കാത്തതിൽ താമരശ്ശേരിയിൽ പ്രതിഷേധം. കോഴിക്കോട് ജില്ലാ റോൾ ബോൾ അസോസിയേഷൻ ജില്ലാ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.